ചെറുപ്പം മുതലേ നമ്മുടെ വിഘ്നേഷ് പുത്തൂരിന്റെ കാര്യം നമുക്കറിയാമല്ലോ. ചെറുപ്പം മുതലേ വിഘ്നേഷ് ഒരു കോച്ചിന്റെ പരിശീലനം ലഭിച്ച കളിക്കാരനെ പോലെയായിരുന്നു ക്രിക്കറ്റ് കളിച്ചിരുന്നതെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തും ബാല്യകാല സുഹൃത്തായ ഷെരീഫ് മുസ്ലിയാർ പറയുകയാണ്. വിഘ്നേഷിന്റെ കളി കണ്ടാണ് താൻ കോച്ചിന്റെ അടുക്കിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയത്. ഞാൻ പറഞ്ഞു കൊടുത്തതിനേക്കാൾ മനോഹരമായാണ് അവൻ പന്തെറിഞ്ഞതും എന്ന് അദ്ദേഹം പറയുകയാണ്. വിഘ്നേഷിന്റെ കഴിവ് കൊണ്ട് മാത്രമാണ് ഈ നിലയിലെത്തിയതെന്നും ഷെരീഫ് മുസ്ലിയാർ മീഡിയ വണിനോട് പറഞ്ഞു. അയൽവാസികളാണ്. പിന്നെ അയൽവാസി എന്നുള്ള അപ്പുറത്തേക്ക് ആൾ കളിക്കൂട്ടുകാരായിരുന്നു, ഒപ്പം കളിച്ചുകൊണ്ടിരുന്നിരുന്ന ആളുകളായിരുന്നു. ഞാൻ ക്യാമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. അപ്പോൾ ആ ക്യാമ്പിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേ സംഗതികളുണ്ട്. അപ്പോൾ ഓരോ സംഗതികൾ, ഇപ്പോൾ കൈ നീർത്തി എറിയാനാണെങ്കിലും, ബോൾ ഫ്രണ്ടിൽ വന്നാൽ ഫ്രണ്ട് ഫുട്ടിലും, ബാക്കിൽ വന്നാൽ ബാക്ക് ഫുട്ടിലും, ഷോർട്ട് ബോളൊക്കെ വന്നാൽ ബാക്ക് ഫുട്ടിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായൊരു കോച്ചിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് പഠിക്കുന്ന ഒരു സംഗതിയായിരുന്നു. അപ്പോൾ നമ്മൾ നാട്ടിൽ വന്നിട്ട് നമ്മൾ കൂട്ടുകാരുടെ കൂടെ കളിക്കുമ്പോൾ മറ്റെല്ലാവരും ബോൾ ചെയ്യുമ്പോൾ എറിയലായിരിക്കും, കൃത്യമായിട്ട് അടിക്കാനോ അതിലൊന്നുമില്ല, ഒരു സുമാറ് കളികളായിരിക്കും. പക്ഷേ പിന്നെ ഇവൻ കൃത്യമായിട്ട് വന്നൊരു മീഡിയം ബേസ് ലെവലിൽ നല്ല ബോൾ കൈ നീർത്തി എറിയും. അതുപോലെ തന്നെ ബോൾ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ തട്ടും, അത് ബാക്ക് ഫുട്ടിൽ ഇറങ്ങിയിട്ട് അങ്ങനെ തട്ടും. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി. ഇവനെ ഒന്നും പഠിക്കാതെ ഈ 10ാമത്തെ 11ാമത്തെ വയസ്സിൽ ഇവൻ ഇങ്ങനെ കളിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇവൻ ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ട് ഇടത് കൈ കൊണ്ട് ലെഗ് സ്പിന്നർ ചെയ്യുന്ന ആളുകളില്ല. അന്നൊരു ഓസ്ട്രേലിയയുടെ ഹോഗ് മാത്രം ഒരു ബൗളറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഇത് ഇങ്ങനെ എറിഞ്ഞു നോക്ക്, ഇത് ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും. എന്നിട്ട് അതിൻ്റെ റൈറ്റ് ഹാൻഡ് കൊണ്ട് എറിയുന്ന അതേ ടെക്നിക്ക് ഞാൻ അവനിങ്ങനെ പറഞ്ഞു കൊടുത്തു. ഈ മറ്റേ മോതിരവിരൽ കൊണ്ട് തിരിച്ചറിയുന്ന രൂപങ്ങളൊക്കെ ഞാനവന് പറഞ്ഞു കൊടുത്തു. അവനത് ഞാൻ പറഞ്ഞതിനേക്കാൾ നന്നായിട്ട് ഭംഗിയായിട്ട് അവനത് ചെയ്തു. പിന്നെ ആ ചെയ്ത് തന്നെ അവൻ ക്യാമ്പിൽ വന്നപ്പോൾ സാറത് കണ്ട് പിന്നെ സാറ് നല്ല കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഷെരീഫ് മുസ്ലിയാരെ നമ്മൾ കണ്ടു. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. പൊന്നും വിലയിട്ടെടുത്ത ബൗളർമാർ ഇങ്ങനെ തല്ലു വാങ്ങിയാൽ എന്താണ് ചെയ്യുക? അതാണ് രാജസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ.